നമസ്കാരം. പടക്കളത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ വികസന ചർച്ചകൾ നെടുമങ്ങാട് നിന്നുമാണ് പടക്കളത്തിലേക്ക് എത്തിക്കുന്നത്. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്ന്, വിവിധ മേഖലകളിൽ നിന്ന്, വിവിധ പ്രദേശങ്ങളിൽ നിന്നുമാണ് പടക്കളം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിയത്. തിരുവനന്തപുരം ജില്ലയുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ആരവം, ആവേശം, പ്രചാരണത്തിൻ്റെ അവസാന ദിവസങ്ങളിലൂടെ കടന്നുപോവുകയാണ്. ഒന്നാം ഘട്ടം തെരഞ്ഞെടുപ്പ് അടുത്തു ദിവസങ്ങൾ മാത്രം. അപ്പോൾ എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ വികസന ആവേശം, ചർച്ചകൾ എന്നൊക്കെ പരിശോധിക്കാം. പടക്കളത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നെടുമങ്ങാടിൻ്റെ പൗരാവലിയെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾക്കൊപ്പം പടക്കളത്തിൽ പങ്കുചേരുന്ന മുന്നണി വക്താക്കളെ ആദ്യം പരിചയപ്പെടാം. ശ്രീ LS ലിജു LDF, ശ്രീ NS നുസൂർ UDF, ശ്രീ S നന്ദു NDA. പടക്കളത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നുസൂർ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം വളരെ ആവേശകരമായ ഒരു അവസാന ഘട്ടത്തിലേക്ക് നിൽക്കുമ്പോൾ പ്രധാനപ്പെട്ട എന്നും ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിലൊന്നായി നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ മാറി നിൽക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലെത്തി നിൽക്കുകയാണ്. വീണ്ടും പുതിയ കേസ് വന്നിരിക്കുന്നു. നിങ്ങളുടെ നേതാക്കൾക്കടക്കം ഒരു പെൺകുട്ടി പരാതി നൽകിയിരിക്കുന്നു. ആ പരാതി പോലീസിലേക്ക് കൊടുക്കുന്ന നിലയിൽ കോൺഗ്രസ് നേതൃത്വം നിൽക്കുന്നു. വേറൊരു കേസിൽ ഇപ്പോൾ കോടതിക്ക് മുമ്പാകെ നിൽക്കുന്നു. ഞാൻ പെട്ടെന്ന് ഓർത്ത് എന്താണെന്നറിയുന്നു സുറേ, ഇത് വന്ന സമയത്ത് UDF കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശ് MP പറഞ്ഞത് ഇത് കള്ളക്കേസാണ് എന്നാണ്. വീണ്ടും പുതിയ കേസും വന്നിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് UDFനെ സംബന്ധിച്ച് ഒരു വലിയ ബാധ്യതയല്ലേ ഈ വിഷയം, ഈ പ്രശ്നം? രാഹുൽ മാങ്കൂട്ടം, ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വലിയൊരു പ്രശ്നമായി UDF നോക്കിക്കാണുന്നില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഒട്ടനവധി വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. ഇതിനകത്ത് വികസനങ്ങൾ മുൻനിർത്തിക്കൊണ്ട് LDFന് മുന്നോട്ട് വയ്ക്കുവാനുള്ള ഒരു തരത്തിലുമുള്ള അവകാശം, ധാർമ്മികമായ അവകാശം LDFനില്ല. അതുപോലെ തന്നെ NDA മുന്നണിക്കും ഒരു തരത്തിലും വികസനങ്ങൾ പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയില്ല. ഒട്ടേറെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച, സ്വജനപക്ഷപാതത്തിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഒരു ഗവൺമെൻറ്റിനെതിരെയുള്ള ജനങ്ങളുടെ വിധിയെഴുത്താണ് ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്. അതുപോലെ തന്നെ ദേശീയ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷങ്ങളോടുള്ള ഏറ്റവും കടുത്ത രീതിയിലുള്ള അവഹേളനങ്ങളും അധിക്ഷേപങ്ങളും അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായി വരുന്നുണ്ട്. ഈ സമയങ്ങളിലെല്ലാം വളരെ സ്വാഭാവികമായും നമ്മുടെ പൊതുജനം വികസനങ്ങളും അതുപോലെ തന്നെ ജനക്ഷേമ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ചർച്ചയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ശരിയാണ് നുസൂർ പറഞ്ഞ ആ വിഷയങ്ങൾ വരുമ്പോൾ തന്നെ അതിനിടയിലാണല്ലോ ഇത് എന്ന് പറഞ്ഞൊരവസ്ഥ കോൺഗ്രസിനും UDFനും വന്നു ചേർന്ന്. ഞാൻ ചോദിച്ചത്, തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടാകുന്ന വിവാദങ്ങൾ ആളുകൾ വിസ്മരിച്ചു കളഞ്ഞ പതിവൊന്നും കേരളത്തിലില്ല. തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിച്ച വിവാദങ്ങളുടെ ഒരു നീണ്ട നിര നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ പരിക്കുപറ്റിയവർ, കാലിടറിയവർ, അധികാരത്തിൽ നിന്ന് പുറത്തുപോയവർ ഒക്കെ കോൺഗ്രസിൽ തന്നെ ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നുസൂർ, സംഗതി നിസ്സാരമായി കാണാനാവുന്നതല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ഒറ്റ നിലപാട് മാത്രമേ കോൺഗ്രസിനുള്ളൂ. ആ നിലപാടെന്ന് പറയുന്നത് സ്ത്രീപക്ഷ നിലപാട് തന്നെയാണ്. നിങ്ങൾ ചോദിച്ച ഒരു ചോദ്യം ശരിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ തന്നെ കോൺഗ്രസ്സിന് ചെയ്യാവുന്ന എല്ലാ തരത്തിലുമുള്ള നടപടികൾ കോൺഗ്രസ് ചെയ്തിരുന്നു. കോൺഗ്രസ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തി. പാർലമെൻറ്റ് സമിതിയിൽ നിന്ന്, പാർലമെൻ്ററി കാര്യ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി. അതുപോലെ ചെയ്യാവുന്ന എല്ലാ തരത്തിലുമുള്ള നടപടികൾ കോൺഗ്രസ് ചെയ്തു. സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ന്യായീകരണങ്ങൾ കോൺഗ്രസ് നേതാക്കൾക്ക് ചിലപ്പോൾ കൺവീൻസ് ആകുന്ന തരത്തിലേക്ക് പറഞ്ഞു ഫലിപ്പിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞിരിക്കാം. എന്നാൽ അത് അല്ല ശരിയെന്നുള്ളത് യുവതിയുടെ പരാതി വന്നപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് പൂർണ്ണമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ ബോധ്യപ്പെടലിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി നടപടികൾ എന്താകുന്നു എന്നുള്ളത് നോക്കിയിട്ടായിരിക്കും തുടർ നടപടികളിലോട്ട് കോൺഗ്രസ് കടക്കുന്നത്. ഒരു കാര്യം പറയാം, സ്ത്രീ പീഡകരെ ഒരു തരത്തിലും സംരക്ഷിക്കുന്ന നിലപാട് കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല. 2, CPMനെ പോലുള്ള പാർട്ടി കോടതികൾ കോൺഗ്രസ് ഒരിക്കലും വെച്ചു പുലർത്തിയിട്ടില്ല. സ്ത്രീ പീഡകരെ സംരക്ഷിക്കുന്ന തരത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമീപനവും CPMനെ പോലെ കോൺഗ്രസ് ഏറ്റെടുക്കില്ല. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഒളിവിലാണ്. നിങ്ങൾക്കറിയാം, CPMൻ്റെ കയ്യിലാണ്, LDFൻ്റെ കയ്യിലാണ് പോലീസ്, ആഭ്യന്തര വകുപ്പ് LDFൻ്റെ കയ്യിലാണ്. ഏത് സമയത്ത് വേണം. ഞാനിപ്പോഴും അതിശയത്തോടു കൂടി നോക്കിക്കാണുന്നത്, ഒരു MLA ഈ വിഷയത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു MLA, ആ MLA കാണാതായിട്ട് 3-4 ദിവസമായാൽ
ആ MLA എവിടെയാണ് എന്ന് കണ്ടെത്താനുള്ള ഉത്തരവാദിത്തം സംസ്ഥാന പോലീസിനാണ്. അതാണ് ഏറ്റവും വലിയ. UDF കൺവീനർ പറഞ്ഞത് ആദ്യം വന്ന പരാതി കള്ളപ്പരാതിയാണ്, കള്ളക്കേസാണ് എന്ന് പറഞ്ഞു. നമ്മൾ സംസാരിക്കുന്ന ഘട്ടത്തിൽ പുതിയ പരാതിയുടെ വിവരങ്ങളെല്ലാം പുറത്തു വന്ന് നിൽക്കുന്ന സാഹചര്യം. കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നത് വിഷയമാണോ ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം? രാഹുൽ മാങ്കൂട്ടം ഒരു വിഷയമാണ്. കാരണം രാഹുൽ മാങ്കൂട്ടം സാധാരണ ഒരു വ്യക്തിയല്ല. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് ഒരു MLA ആണ്, ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരാളാണ്. ആ ജനങ്ങൾ തിരഞ്ഞെടുത്ത ആളെ ഇന്ന് ആരാണ് സംരക്ഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ കോൺഗ്രസിൻ്റെ ചില നേതാക്കളാണ്. ആരായിരുന്നു രാഹുൽ മാങ്കൂട്ടം? ഇവിടെ VD സതീശൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും ഒക്കെ ഒരു ദത്തുപുത്രനെ പോലെയല്ലേ കൊണ്ടു നടന്നത്. ഇത് ഞങ്ങളാരുമല്ലല്ലോ പറഞ്ഞത്. ഈ കൂട്ടത്തിൽ കോൺഗ്രസിൻ്റെ കൂട്ടത്തിലുള്ളവർ തന്നെ പറയേണ്ട സാഹചര്യം ഉണ്ടായില്ലേ? ഇത് നമ്മുടെ നാട് തന്നെ അപമാനിക്കുന്ന കാര്യമല്ലേ? യഥാർത്ഥത്തിൽ കേരളത്തിലെ മലയാളികൾ ഇന്ന് തലയുയർത്തി നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കേരളത്തെ മാറ്റിയെടുത്തത് ആരാ? കോൺഗ്രസിൻ്റെ MLA അല്ലേ? ഈ കോൺഗ്രസിൻ്റെ MLA കാരണം ഈ നാട് ഒരുപക്ഷെ അഴുക്ക് ചാലിൽ വീഴുന്ന അവസ്ഥയല്ലേ? എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ആദ്യം ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് അയക്കുന്നു, പിന്നീട് നമ്പർ ചോദിക്കുന്നു, നമ്പർ ചോദിച്ച് വാങ്ങിയതിന് ശേഷം ഫോണിൽ വിളിച്ച് അവരെ ഏതെങ്കിലും സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തുന്നു, ബലാത്സംഗം ചെയ്യുന്നു. എന്ത് ക്രൂരമായ നിലപാടാണ്! ഏറ്റവും അവസാനം നാം കണ്ടില്ലേ, എത്ര ദയനീയമായ കാഴ്ചയാണ്. ഒരു കുട്ടിയെ ക്രൂരമായി കൊലപ്പെടുത്തുന്നതിന് തുല്യമല്ലേ ഇത്? 3 മാസം വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ പോലും കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു MLA നമുക്ക് ചിന്തിക്കാൻ വേണ്ടി കഴിയുമോ? നമ്മുടെ നാട്ടിൽ സാധാരണ ഏതെങ്കിലും ഒരാൾ ഇത്തരം പ്രവൃത്തികൾ ചെയ്താൽ അവരെ നമ്മൾ കല്ലെറിയും, അവരെ മർദ്ദിക്കും, അവരെ സ്റ്റേഷനിൽ പിടിച്ചേൽപ്പിക്കും. ഇതാണ് ശൈലി. ഇവിടെ ഒരു MLAയുടെ പ്രവർത്തനമാണ് ഈ കാണുന്നത്. എത്ര മോശമാണെന്നുള്ളത് ഈ നാട് തിരിച്ചറിയപ്പെടേണ്ടേ. കോൺഗ്രസ് സ്ത്രീപക്ഷ കോൺഗ്രസ് ആണെന്നാണ് പറഞ്ഞത്. എനിക്ക് ഇത് കേൾക്കുമ്പോൾ തമാശയാണ്. ഇവിടെ ഇരിക്കുന്നവർക്കും തമാശയായിട്ട് തോന്നും. എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? വീണ്ടും ഈ പറഞ്ഞതുപോലെ ഒരു പെൺകുട്ടി പരാതിയുമായി പോയിരിക്കുകയാണ്. ഈ പരാതി അവിടെ നിൽക്കില്ല. ഈ പറഞ്ഞതുപോലെ സ്റ്റേഷനിൽ ഇനി വീണ്ടും കേസുകൾ വന്നു ചേരാൻ പോകുന്നതേ ഉള്ളൂ. ഒരുപാട് കുട്ടികളുടെ കഥ ഇനിയും പറയേണ്ടതായി വരും. അങ്ങനെ മോശപ്പെട്ട നിലയിലായി MLA മാറി എന്നുള്ളത് കോൺഗ്രസിന് അങ്ങനെ പെട്ടെന്നൊന്നും ഊരിപ്പോകാൻ വേണ്ടി കഴിയില്ല. ഈ തെരഞ്ഞെടുപ്പിനകത്ത് ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതൊന്നു തന്നെ ആയിരിക്കുമെന്നുള്ള കാര്യം തർക്കമില്ല. ശരി നന്ദു, ഈ വിഷയത്തിലേക്ക് എന്തായാലും കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നണി എന്ന നിലയിൽ നിൽക്കുന്ന BJPക്കും NDAയ്ക്കും ഒരു നിലപാട് ജനങ്ങളോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയേണ്ടതായി വരും. ഇത് ജനങ്ങളുടെ ഇടയിൽ ചർച്ച ചെയ്യുന്ന, സ്പർശിക്കുന്ന, സ്വാധീനിക്കുന്ന പ്രശ്നമാണോ? ഒന്ന്. രണ്ട്, ഈ വിഷയത്തിൽ തന്നെ വന്ന ഒരു കാര്യം, വാർത്തകളിൽ കണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ അടൂർ നഗരസഭയിലേക്ക് പോയാൽ അവിടുത്തെ UDFൻ്റെ സ്ഥാനാർത്ഥിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിലെ ഫെനി നൈനാൻ എന്ന് പറയുന്നത്. വൈകുന്നേരം കണ്ടൊരു വാർത്ത എന്ന് വെച്ചാൽ ഫെനി നൈനാൻ്റെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് പൂട്ടി എന്ന രീതിയിലാണ്. കാരണം പുതിയ പരാതിക്കകത്ത് അയാളുടെ പേരും വന്ന സാഹചര്യമുണ്ട്. ഇതൊക്കെ വലിയ തോതിൽ ചെറുപ്പക്കാരും സ്ത്രീകളും ഒക്കെ വോട്ടർമാരായിട്ടുള്ളൊരു സമൂഹത്തിൽ ഏത് നിലയിൽ പ്രതിഫലിക്കും? BJP NDA കാണുന്നത് എങ്ങനെയാണ്? ഒരിടത്ത് സ്വർണ്ണക്കൊള്ളയും ശബരിമല ശാസ്താവിൻ്റെ സ്വർണ്ണപ്പാളിയും ചർച്ച ചെയ്യപ്പെടുന്ന അതേ വേവ് ലെങ്തിൽ തന്നെ ഇപ്പുറത്ത് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന സ്ത്രീ പീഡകനെ എല്ലാ നിലയിലുള്ള സംരക്ഷണ കവചവും ഒരുക്കി കൊടുക്കുന്ന കോൺഗ്രസിനെ നമ്മൾ കാണുകയാണ്. ഒരു സ്ഥലത്ത് ഈ പറയുന്ന കൊള്ളയ്ക്കൊക്കെ നേതൃത്വം കൊടുത്തത് മുൻ കോന്നി MLAയും CPMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറുമൊക്കെ ആയിരുന്ന പത്മകുമാറും അതുപോലെ വാസുവും അടക്കം ഇപ്പോൾ മുൻ മന്ത്രിയിലൊക്കെ പോകുന്നു എന്ന് പറയുന്നു. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃനിരയിൽ നിൽക്കുന്ന ഷാഫി പറമ്പിൽ, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ മുൻ KPCC പ്രസിഡൻ്റായിട്ടുള്ള K സുധാകരൻ, അതുപോലെ നേരത്തെ താങ്കൾ തന്നെ പരാമർശിച്ചിട്ടുള്ള ഈ നിയോജക മണ്ഡലം ഉൾപ്പെടെ ഉൾക്കൊള്ളുന്ന ആറ്റിങ്ങൽ പാർലമെൻറ്റിൽ നിന്ന് കൈപ്പത്ത് ചിഹ്നത്തിൽ കോൺഗ്രസിൻ്റെ ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ച UDFൻ്റെ കൺവീനർ, ഈ 3 പേരും ആദ്യം തന്നെ ഈ വിഷയത്തിൽ ഇരയ്ക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയും കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയ്ക്കകത്ത് നിൽക്കുന്ന KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഒരു നേതാവ്, ഞങ്ങളുടെ ഭാഗത്തു നിന്ന് പോയൊരു നേതാവ്, അദ്ദേഹം ഈ പറയുന്ന ഇരയെ സമൂഹ മധ്യത്തിലേക്ക് കൊണ്ടുവരാനും അദ്ദേഹത്തിന്റെ ഭർത്താവിനെ ഉൾപ്പെടെ ഈ വിഷയത്തിലേക്ക് വലിച്ചടക്കാനും ശ്രമിക്കുന്നു. അപ്പോൾ ഒരു വെട്ടിക്കിളിക്കൂട്ടവും കേസിലെ മറ്റൊരാൾ ജയിലിലാണ്, രാജേശ്വർ ജയിലിലാണ്. സന്ദീപ് വാര്യർ ഇപ്പോൾ മുൻകൂർ ജാമ്യ ഹർജി കൊടുത്തു ഒളിവിലാണെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. സന്ദീപ് വാര്യർ ഒളിവിലാണ് എന്നാണ് എനിക്ക് കിട്ടുന്നത്. കാരണം ഈ 2 പേർക്കും ഒളിവിലിരിക്കാൻ വലിയ സമാനതകളുണ്ട്, ഒരുപാട് സമാനതകളുണ്ട് ഇവർക്കെല്ലാം. ഈ 3 പേർക്കും അതുണ്ട്. ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ആൾക്കുൾപ്പെടെ 3 പേർക്കും ഈ സമാനമായിട്ടുള്ള ചില സ്ഥിതിവിശേഷം. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. നമുക്ക് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇത്തരത്തിൽ 2 മുന്നണികൾ നമ്മുടെ മുൻപാകെയുണ്ട്. സമീപ ഭാവിയിൽ നമ്മൾ കാണുന്ന നിരവധിയായ വിഷയങ്ങൾ. നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടത് ഇതാണോ? അല്ല. ഈ വിഷയവുമായി സമാനമായി ഞാൻ നന്ദു ഇത്രയും പറഞ്ഞതുകൊണ്ട്, ഇവർക്കിതുണ്ട് അവർക്കതുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേറൊന്നുണ്ട്. നിങ്ങളുടെ ഒരു കൗൺസിലർ നിങ്ങളുടെ തന്നെ പ്രശ്നങ്ങളാൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു തിരുമലാനിൽ. അതുപോലെ തന്നെ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചു. ശിവസേന സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചയാൾ, നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നയാൾ ആത്മഹത്യ ചെയ്തു. ഒരു വനിതാ നേതാവ് ആത്മഹത്യാ ശ്രമം നടത്തി.
അങ്ങനത്തെ സാഹചര്യങ്ങൾ നിങ്ങൾക്കും ഉണ്ട്. ചേട്ടാ, അതിനകത്തുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ തിരുമനാനിൽ ചിലപ്പോൾ CPM നേതാവായിരുന്നെങ്കിൽ അദ്ദേഹം ആത്മഹത്യയിലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ CPM ഏത് കള്ളനെയും സംരക്ഷിക്കുന്ന ഒരു നിലപാടുണ്ട്. കള്ളനാണെങ്കിൽ സംരക്ഷിക്കും. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബാങ്കിൽ 1 രൂപയുടെ അഴിമതിയില്ല. അദ്ദേഹം പണം തിരിച്ചു കൊടുക്കാനുണ്ട്, ഞാൻ സമ്മതിക്കുന്നു. അല്ലല്ല, ഞാൻ നിങ്ങളുടെ BJP പ്രവർത്തകരടക്കം വായ്പ എടുത്തതിന് ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ ബാങ്കിൽ 1 രൂപയുടെ ക്രമക്കേടില്ല. അദ്ദേഹത്തിന്റെ ബാങ്ക് എന്ന് പറഞ്ഞാൽ അന്ന് അദ്ദേഹം നേതൃത്വം നൽകിയിരുന്ന ബാങ്ക്. വലിയ വായ്പ ഞാൻ പറഞ്ഞോട്ടെ 1 രൂപയുടെ അഴിമതിയില്ല. പക്ഷേ CPM സംബന്ധിച്ചിടത്തോളം മറ്റു പല ബാങ്കുകൾ, ഞാൻ ബാങ്കുകളുടെ ഒന്നും പേര് ഉദ്ധരിക്കുന്നില്ല, ആ ബാങ്കുകളിലെല്ലാം കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ഉണ്ടായിട്ടും അവിടത്തെ ഒന്നും ഒരാളും ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചില്ല. എന്തുകൊണ്ടാണ്? അവർക്ക് എത്ര വലിയ കള്ളത്തരം കാണിച്ചാലും അതിലും നന്നായി ചിരിച്ചുകൊണ്ട് ജനങ്ങളെ ഫേസ് ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷേ തിരുമല അനിച്ചേട്ടൻ അദ്ദേഹത്തിൻ്റെ മരണം ഒരു സഹോദരൻ എന്നുള്ള, എന്നെ സംബന്ധിച്ച് എനിക്ക് വ്യക്തിപരമായി നന്ദ എന്ന് വിളിച്ച് എപ്പോഴും എൻ്റെ കൂടെ, ഞാൻ ആ കൗൺസിലിലേക്കൊക്കെ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അത്ര വൈകാരികമാണ് ആ വിഷയം. അങ്ങനെയല്ലേ നിങ്ങൾ അദ്ദേഹത്തെ വലിയ തോതിൽ കൈ പിടിച്ച്. ഞങ്ങളൊരു കാര്യം പറയാം, എനിക്ക് വ്യക്തിപരമായി എനിക്ക് പറയാൻ സാധിക്കും, അദ്ദേഹത്തെ പാർട്ടി എന്നുള്ള നിലയിൽ സംരക്ഷിക്കാൻ സാധിക്കുന്ന ഒരു എക്സ്റ്റെന്റ് വരെ അദ്ദേഹത്തെ സംരക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം മരണപ്പെടും, അല്ലെങ്കിൽ അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ 1 രൂപയുടെ പോലും അഴിമതിയില്ലാതെയാണ്, 1 രൂപയുടെ പോലും കളങ്കമില്ലാതെയാണ് അദ്ദേഹം മരണപ്പെട്ടത്. പക്ഷേ അതിനേക്കാൾ വലിയ തീവട്ടിക്കൊള്ളക്കാർ ഈ പറയുന്ന സഹകരണ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടും അദ്ദേഹത്തിന് അങ്ങനെ മരണപ്പെടേണ്ടി വന്നത് അദ്ദേഹം 1 രൂപയുടെ അനാമത്ത് ചെലവുകൾ അല്ലെങ്കിൽ അനാമത്തായിട്ട് അദ്ദേഹം 1 രൂപ പോലും മറ്റുള്ള ആളുടെ കയ്യിൽ നിന്ന് വാങ്ങി വെക്കാത്തത് അദ്ദേഹം ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായതുകൊണ്ടാണ്. ജീവിച്ചിരുന്നപ്പോഴും മരിച്ചപ്പോഴും ഈ പ്രസ്ഥാനത്തിന് ഒരു ശ്വാസം കൊണ്ടുപോലും അത് തള്ളി നോവിക്കരുത് എന്ന ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മഹത്യ കാര്യങ്ങളൊക്കെ ഒരിടത്ത് പോലും BJPയെയോ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തെയോ കുറ്റപ്പെടുത്തിയിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം 1 രൂപയുടെ പോലും കളങ്കം വരുത്തിയിട്ടില്ല എങ്കിൽ അങ്ങനെ ഒരു മനുഷ്യന് തന്നെ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതും അതിനേക്കാൾ വലിയ തോതിൽ വരുന്നതാണ്. നിങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വത്തെയൊക്കെ സമീപിച്ചിരുന്നു, പരാതികൾ നൽകിയിരുന്നു, കത്തുകൾ നൽകിയിരുന്നു. ഈ വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ തുടക്കത്തിൽ ഈ റൗണ്ടിൽ കടന്നു വന്നിട്ടുണ്ട്. നിങ്ങളുടെ അവസരമാണ്, അഭിപ്രായങ്ങൾ പറയാം. ഇപ്പോൾ ഇവിടെ എൻ്റെ UDF പ്രതിനിധി പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടൻ ഒരു പ്രശ്നമേ അല്ല, ബാധ്യതയൊന്നുമല്ല, ഒരു ബാധ്യതയുമല്ല. വിഷയവുമല്ല. ഈ സമൂഹത്തിൽ ഏറ്റവും നാറ്റക്കേസായി മാറിയ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ വിഷയം എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും എന്നുള്ള തർക്കം എന്താ ആണോ? പിന്നെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഇപ്പോൾ സ്ഥിതി എന്താ? 17 വയസ്സായ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കി ഭ്രൂണഹത്യ നടത്തുന്ന കേസ് വന്നിരിക്കുകയല്ലേ? ഇതൊന്നും ആരും ചർച്ച ചെയ്യപ്പെടാത്തതാണ്. ആ പാർട്ടി പുറത്താക്കിയല്ലോ, അതാണ് അദ്ദേഹം. അടൂർ പ്രകാശ് അടക്കമുള്ള ആളുകൾ എന്താ പറയുന്നത്? ചേട്ടാ, അങ്ങനെ ഒരു വിഷയം ഉണ്ടായപ്പോൾ, അങ്ങനെ ഒരു വിഷയം പരാതി രൂപേണ വന്നപ്പോൾ തന്നെ, അതിനു മുമ്പ് തന്നെ അദ്ദേഹം ഇരുന്ന പ്രസ്ഥാനം എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസ് ദേശീയ തലത്തിൽ നിന്ന് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്തു ചെയ്തു. എന്താ പറഞ്ഞത്? രാഹുൽ മാങ്കൂട്ടം ചെയ്തത് തെറ്റല്ല, രാഹുൽ മാങ്കൂട്ടം ചെയ്തത് തെറ്റല്ല എന്ന് KPC പ്രസിഡന്റ് പറഞ്ഞു എന്ന് നിങ്ങൾക്കൊന്ന് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ പറ്റില്ല. രാഹുൽ മാങ്കൂട്ടം ചെയ്തത് സുധാകരന്റെ പിറ്റേന്നുള്ള സ്റ്റേറ്റ്മെന്റ് എന്താ? സുധാകരന്റെ പിറ്റേന്ന് രാവിലെയുള്ള സ്റ്റേറ്റ്മെന്റ് എന്താ? പറയട്ടെ, സുധാകരന്റെ പിറ്റേന്ന് രാവിലെയുള്ള സ്റ്റേറ്റ്മെന്റ് എന്താ? അദ്ദേഹം അങ്ങനെ പോലും പാടില്ല എന്നുള്ളതല്ലേ അദ്ദേഹം അത് തള്ളി പറഞ്ഞു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഇറങ്ങിയതാരാ? കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ വേണ്ടി ഇറങ്ങിയത് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം അല്ലേ? അപ്പോഴെന്താ ഇവർ മാറ്റി നിർത്തിയില്ല? ഈ പുറത്താക്കിയതിനു ശേഷം കോൺഗ്രസിന്റെ വിവിധ വേദികളിൽ കോൺഗ്രസിന്റെ നേതാക്കളോടൊപ്പം പങ്കെടുത്തു. അതെന്തിനാ മറക്കുന്നത്? അത് മറക്കുന്നതിനാ? ഏറ്റവും ഒടുവിൽ ഈ അവസാന ഘട്ടം വരെ എനിക്ക് UDF പ്രതിനിധിയോട് ചോദിക്കാനുള്ളതാണ്. പുള്ളി പറഞ്ഞ കാര്യം വികസന പ്രവർത്തനങ്ങളാണ്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ എവിടെയെങ്കിലും ഒരു പവർ കട്ട് എന്നൊരു സാധനം കണ്ടിട്ടുണ്ടോ? കഴിഞ്ഞ ഉമ്മൻചാണ്ടിയുടെ സർക്കാരിലോ അതിന് മുമ്പുള്ള ഏതെങ്കിലും സർക്കാരിലോ ഈ പവർ കട്ട് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ ഇല്ലായിരുന്നില്ലല്ലോ. ഈ 10 വർഷമാണ് പവർ കട്ട് ഇല്ലായിരുന്നത്. ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്ന സ്കൂളുകളുണ്ടായി. നിങ്ങളുടെ കാലത്ത് സ്കൂളുകൾ അടച്ചുപൂട്ടാണ് പോയത്. ഹൈടെക് സ്കൂൾ മുറികളുണ്ടായി. അതെല്ലാം ഈ വികസന പ്രവർത്തന ഭാഗമാണ്. നിങ്ങളുടെ കാലത്ത് വികസന പ്രവർത്തനം ഉണ്ടായിട്ടില്ല. ഉമ്മൻചാണ്ടി അടച്ചുപൂട്ടി പോയ നാഷണൽ ഹൈവേ ഇന്ന് കാണണം എങ്ങനെയാണെന്നുള്ളത്.
അതുകൊണ്ട് വികസന പ്രവർത്തന കാര്യമാണ് ചർച്ച ചെയ്യണമെങ്കിൽ ഇടതുപക്ഷമായിരിക്കും ഒന്നാമതായി വന്നത്. ഈ 4 വരിപ്പാത ഈ സർക്കാരിൻ്റെ കാഴ്ചപ്പാടാണ്. UDFിൻ്റെ കാഴ്ചപ്പാട്. അടൂർ പ്രകാശ് കഴിഞ്ഞ 8 വർഷമായി ഇരിക്കുന്നു. എന്ത് വികസന പ്രവർത്തനമാണ് ഈ അടൂർ പ്രകാശ് ഈ സ്ഥലത്ത് നടത്തിയിട്ടുള്ളത്? നമ്മളെ MP അതിനു മുമ്പ് സമ്പത്തായിരുന്നു. എന്ത് വികസനം ഉണ്ടാക്കി ഇവിടെ? അങ്ങനെയല്ല 10 വർഷത്തെ കേരളത്തിന്റെ വികസനത്തെ നോക്കണം. അടൂർ പ്രകാശ് ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ 5 വർഷക്കാലം. ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഇല്ല അടൂർ പ്രകാശ്. കണ്ടിട്ടേ ഇല്ല. എവിടെയെങ്കിലും കൊണ്ടുവന്ന ഒരു മിനി മാസ് ലൈറ്റ് വെച്ചിട്ട് അങ്ങ് പോകും. ഈ നെടുവങ്ങാടെന്ന കണ്ണോടിച്ച് നോക്കിയാൽ കാണാം കേരളത്തിലെ ഇടതുപക്ഷം നടപ്പിലാക്കിയ ഈ ബിൽഡിങ്ങിന്റെ തൊട്ടുപുറകിൽ ഒരു അന്താരാഷ്ട്ര മാർക്കറ്റ് ഉണ്ട്. ആ മാർക്കറ്റ് ഇപ്പൊ പണി നടന്നോണ്ടിരിക്കണം. അങ്ങോട്ട് പോയാൽ കാണാം. തൊട്ടടുത്ത് നെടുമങ്ങാട് ജില്ലാ ആശുപത്രി ഉണ്ട്. 4 നില കെട്ടിടം ഉയർന്നിട്ടുണ്ട്. 4 കോടിയുടെ. അതൊന്ന് കണ്ടാൽ അറിയാം. 4 വരി പാത വരികയാണ്. ലിജു പൊന്നനിയ ഈ താലൂക്ക് ആശുപത്രി എന്ന് പറയുന്നല്ലോ, ഇപ്പോഴും ഞാൻ വരാം. ഒരു ഡോക്ടർ ഉണ്ട് അവിടെ. വരണം, കാണാം, നോക്കാം. എന്തിനാണ് ഇങ്ങനെ ഈ നെടുമങ്ങാട് താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രി ആയതും അതിനുശേഷം ഇവിടെ ഉണ്ടായ മാറ്റങ്ങളും ചെറുതാണോ? കണ്ണടച്ചിരുട്ടാക്കരുത്. ആശുപത്രിയെ കുറിച്ച് എന്താ പറയാനുള്ളത്? ആശുപത്രി 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ആശുപത്രിയാണ് നെടുമങ്ങാട് ജില്ലാ ആശുപത്രി. ഈ നിമിഷം പ്രിയപ്പെട്ട ആങ്കറിന് നമ്മളോടൊപ്പം വരാം. 3 ഡോക്ടർമാരാണ് ഈ സമയത്തും ലൈവായി ആ കാഷ്വൽ OPയിൽ പോയാൽ ഇപ്പോൾ കാണാൻ കഴിയും. അതുപോലെ സഖാവ് ലിജു പറഞ്ഞതുപോലെ ഈ ഇതിന്റെ ബാക്കിലാണല്ലോ, നമ്മൾ ദൂരെ ഒന്നും പോകേണ്ടതാ. 2 മീറ്റർ മാത്രമേ ഉള്ളൂ. പിറകിൽ പോയി കാണാൻ കഴിയും. വികസനം എന്താണ്? വേറെ ഒരിടത്തും പോണ്ട. ഈ നെടുമങ്ങാട് മണ്ഡലത്തിൽ മന്ത്രിയായിരിക്കുന്ന ശ്രീ GR അനിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ കൺമുന്നിലുള്ളതാണ്. നമ്മൾ അനുഭവിച്ചു പോകുന്ന. അത് മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ 10 വർഷത്തെ വികസന പ്രവർത്തനം. ഈ നാറ്റക്കേസ് മാത്രമല്ല ചർച്ച ചെയ്യേണ്ടത്. രാഹുൽ എന്ന് പറയുന്നത് ഈ കേരളം മുഴുവൻ നാറി പുഴുത്ത് കിടക്കുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ തോളിപ്പേറി നടക്കാൻ അന്തസ്സുണ്ടോ? ഈ കോൺഗ്രസിന്റെ കള്ള ഐഡന്റിറ്റി കാർഡ് ഉണ്ടായി സംസ്ഥാന പ്രസിഡന്റായ ആളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ. അന്ന് തന്നെ ഇതിനെ പുറത്താക്കി പിണ്ടം വെക്കേണ്ട സമയം കഴിഞ്ഞു. ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുണച്ചേ പറ്റൂ. ആർക്ക്? VD സതീശനും ഷാഫി പറമ്പിലുള്ള പിന്തുണച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ പല രഹസ്യങ്ങളും ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിലുണ്ട്. മനസ്സിലാക്കണം. അതുപോലെ ഒരു കാര്യം കൂടെ, BJPയുടെ പ്രതി ഒരു കാര്യം ചോദിച്ചു. 2 പേർ ഈ തിരുവനന്തപുരം ജില്ലയിൽ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. നിങ്ങളെ നേതാവ്, ഈ കരമന BJPയുടെ ഒരു പ്രമുഖ നേതാവുണ്ട്, നിങ്ങളുടെ പാർട്ടിക്കാരൻ ഞങ്ങളുടെ പാർട്ടിയിലേ ഇല്ലെന്ന് തള്ളിപ്പറയാനുള്ള നാണം. സ്വന്തം പാർട്ടിക്കാരൻ മരണപ്പെട്ടു, ശരി, നമുക്കും വിഷമമുണ്ട്. പക്ഷേ അയാൾ ഈ പാർട്ടിയിലില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉളുപ്പുണ്ടോ എന്നാണ് നിങ്ങളുടെ നേതാക്കളോട് ഞങ്ങൾ ചോദിക്കണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ പറയുന്ന താങ്കൾ ഈ ആത്മരോഷം കൊള്ളുമ്പോൾ താങ്കളൊന്ന് ചോദിക്കണം, KK രമ എന്ന് പറഞ്ഞൊരു MLA ഇതിനകത്തിട്ടുണ്ട്. അവരെങ്ങനെയാണ് വിധവയായത്? നിങ്ങളുടെ ഈ പറയുന്ന SFIയുടെ നേതാവായിരുന്ന TP ചന്ദ്രശേഖരനെ ഒരു അന്ത്യചുംബനം കൊടുക്കാൻ സമ്മതിക്കാതെ 51 വെട്ടിക്കൊന്ന പാർട്ടി, ആ പാർട്ടി ആരോടാണ് വിരൽ ചൂണ്ടി സംസാരിക്കുന്നത് എന്ന ബോധ്യം കൂടി ഉണ്ടാവണം. പ്രിയപ്പെട്ട സഖാവ്, താങ്കൾക്ക് ഉണ്ടാവണം. താങ്കൾ പറഞ്ഞ ഞാൻ കേട്ടോണ്ടിരുന്നില്ലേ? ഇത് നിങ്ങളുടെ പാർട്ടി തന്നെ അദ്ദേഹത്തെ കൊന്നതാണ്. നന്ദു, വ്യത്യാസം ഒരാളെയും കൊന്നിട്ടില്ല. നിങ്ങളുടെ പാർട്ടി ഞങ്ങളുടെ പാർട്ടി ഒരാളെയും കൊന്നിട്ടില്ല. ആത്മഹത്യക്ക് തള്ളിവിടുന്നു എന്നാണ് അവർ പറഞ്ഞത്. ഇരിക്കണം സഖാവേ, നന്ദു, ഇതിനാണ് മറുപടി വേണ്ടത്. ഇരിക്കണം സഖാവേ. ആത്മഹത്യയാണ് നന്ദു. ഈ കേസ് ആത്മഹത്യയാണ്, രാഷ്ട്രീയ പ്രവർത്തകരുടെ ആത്മഹത്യയാണ്. ഇതിനകത്ത് ഞാനൊരു കാര്യം പറഞ്ഞല്ലോ, ഞങ്ങൾ ആരെയും കെട്ടിത്തൂക്കി കൊന്നിട്ടില്ലല്ലോ. അത് ഉറപ്പിക്കാമല്ലോ. അപ്പൊ ഞങ്ങളുടെ കെട്ടിത്തൂങ്ങി മരിച്ചോ നന്ദു? ഞാൻ പറഞ്ഞോട്ടെ, കെട്ടിത്തൂങ്ങി മരിച്ചോ നന്ദു? മരിച്ചോ നന്ദു? ഞങ്ങൾ എന്തായാലും ഒരാളെയും കെട്ടിത്തൂക്കി കൊന്നിട്ടില്ല. നിങ്ങൾ ഉറപ്പിച്ചല്ലോ. പറയാൻ പറ്റില്ല. കാരണം ആ വിമർശനം മരിച്ചവരുടെ അല്ലെങ്കിൽ അവരുടെ ആത്മഹത്യാ കുറിപ്പ് അടക്കം നിങ്ങൾക്കെതിരല്ലേ? അതല്ല ഞാൻ പറഞ്ഞേട്ടാ. ഇപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ പാലക്കാട് ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിനകത്ത് ഒരാൾ തൂങ്ങിച്ചെത്തിട്ടുണ്ട്. നിങ്ങൾ കൊന്നാണ് ഞാൻ പറഞ്ഞോ? BJP യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ കഴിയാതെയാണ് പഴങ്കഥകളുമായി ഇറങ്ങിയിട്ടുള്ളത്. നിങ്ങൾ ഓർക്കേണ്ടത്, അങ്ങനെ കൊലപാതകത്തിന്റെ കഥ പറയാനാണെങ്കിൽ ഞങ്ങൾക്ക് 1000 കഥകൾ പറയാനുണ്ട്. നിങ്ങളെ ഈ രാജ്യത്തിനകത്ത് നടത്തിയിട്ടുള്ള മുഴുവൻ കൊലപാതകങ്ങളെ കുറിച്ച് പറയേണ്ടി വരും. ആൾക്കൂട്ട കൊലകളെ കുറിച്ച് പറയേണ്ടി വരും. ഭക്ഷണത്തിന്റെ പേരിലും വസ്ത്രത്തിന്റെ പേരിലും ഒക്കെ നിങ്ങൾ ആൾക്കൂട്ട കൊലപാതകം നടത്തിയതിനെ കുറിച്ച് പറയേണ്ടതായി വരും. ഈ രാജ്യത്തിനകത്ത് ജനാധിപത്യപരമായ വിശ്വാസത്തിൽ അർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയാത്ത അന്തരീക്ഷം ഈ രാജ്യത്തിനകത്ത് ഉണ്ടായത് ഇവിടെ BJP ഭരിച്ചു തുടങ്ങിയതിന് ശേഷമാണ്. മതത്തിന്റെ പേരിൽ വർഗീയത ഉയർത്തുന്നവരാരാ? ഈ രാജ്യത്തിനകത്ത് മതത്തിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ വർഗീയ കലാപം നടന്നത് ഈ 2014 ശേഷം BJP അധികാരത്തിൽ വന്നതിന് ശേഷമല്ലേ? നിങ്ങൾ എന്താ അത് ചർച്ച ചെയ്യാത്തത്? അപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ 1000 പറയാൻ ഇവിടെയുണ്ട്.
BJP കുറിച്ച്. ഇവിടെ ഈ കേരളത്തിനകത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ടത് ഈ കേരളത്തിനകത്ത് ഇടതുപക്ഷ ഗവൺമെൻറ് 2016 ശേഷം കടന്നു വന്നതിന് ശേഷം ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ള വികസനങ്ങളെ സംബന്ധിച്ചാണ്. നിങ്ങൾ ഓർക്കണ്ടേ, UDF കാലം ഉണ്ടായിരുന്നല്ലോ, ഒന്ന് ഓർത്തെടുക്കണം. എന്തായിരുന്നു ഈ കേരളത്തിലെ അവസ്ഥ? ഇവിടുത്തെ സ്കൂളുകൾ പൂട്ടിപ്പോയില്ലേ? ഇവിടുത്തെ റോഡുകളുടെ അവസ്ഥ എന്തായിരുന്നു? ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ പോയാൽ വെറും പാരസെറ്റമോൾ മാത്രം കിട്ടിയിരുന്ന ആശുപത്രികളായിരുന്നില്ലേ? പെൻഷൻ കിട്ടിയിരുന്നോ? 600 രൂപയുടെ പെൻഷൻ പോലും മുടക്കി 18 മാസമാക്കിയത് ആരായിരുന്നു? അതിവിടെ ചർച്ച ചെയ്യണ്ടേ? അത് കോൺഗ്രസ് ആയിരുന്നില്ലേ? നിങ്ങൾ ഓർക്കണ്ടേ, ഈ കേരളത്തെ ഇങ്ങനെ മാറ്റിമറിച്ചത് GR അനിൽ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ വന്നതിന് ശേഷവും 2016 ശേഷവും. നിങ്ങൾ ഓർക്കണം, 34 ലക്ഷം പേർക്കാണ് ഈ കേരളത്തിൽ UDF ഗവൺമെന്റ് പെൻഷൻ കൊടുത്തിരുന്നുവെങ്കിൽ ഇന്ന് 63 ലക്ഷം പേർക്ക് ആ 600 രൂപ കുടിശ്ശികയാക്കിയ പെൻഷൻ പോലും മടക്കി നൽകിക്കൊണ്ട് വന്നപ്പോഴാണ് സപ്ലൈകോ അടച്ചത്. 2016 ശേഷം വില വർദ്ധിപ്പിച്ചിട്ടില്ല. വാർത്ത നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ വേണ്ടി കഴിഞ്ഞു. അതായത് നെടുമങ്ങാട് സപ്ലൈകോയിൽ സാധനങ്ങളില്ലാതെ എന്ത് പച്ചക്കള്ളമാണ്. ഏതായാലും ആശുപത്രിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി GR അനിലിന്റെ മണ്ഡലമാണ് നെടുമങ്ങാട്. ഞാൻ മനസ്സിലാക്കുന്ന കോൺഗ്രസ് പ്രവർത്തകനാണെന്ന് വിചാരിക്കുന്നു. അദ്ദേഹം പറയുന്നത് സപ്ലൈകോയുടെ സൂപ്പർ മാർക്കറ്റുകളിൽ ഇവിടെ ഒന്നുമില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും പോകുന്നവരുണ്ടോ? വിയോജിപ്പുണ്ടോ? നിരന്തരമായി ഭരിച്ചിരുന്നപ്പോൾ അടഞ്ഞു കിടന്ന ഇഷ്ടംപോലെ മാധ്യമങ്ങളുടെ ലൈബ്രറിയിൽ ഇവിടെ ഒരു രൂപ പോലും ഇതുപോലും ട്രാക്ക് പോലും ഒഴിഞ്ഞു കിടക്കാതെയാണ് നടക്കുന്നത്. വേറൊന്നുകൂടി സപ്ലിമെന്റ് ചെയ്യാം. ഒരു കാര്യം, കേരളത്തിന്റെ നിയമസഭയിൽ തന്നെ ഒരു സംഭവം ഉണ്ടായി. പ്രതിപക്ഷ നേതാവ് ഒടുവിൽ പ്രശംസിച്ചു പറയുന്നത് അദ്ദേഹത്തിന് തന്നെ പ്രതിപക്ഷ നേതാവിന് തന്നെ പറയേണ്ടി വന്നു. അതും ഈ മന്ത്രി തന്നെ, ഈ മണ്ഡലത്തിന്റെ മന്ത്രി തന്നെയാണ് പറഞ്ഞത്. ഇതാ വികസനത്തിന്റെ താരതമ്യം, ക്ഷേമത്തിന്റെ താരതമ്യം. ഞാനിപ്പോ ആദ്യമേ തന്നെ പുതിയ വിഷയത്തിലേക്ക് ആദ്യം തുടങ്ങിയ വിഷയത്തിൽ തന്നെ ഒരു നിലപാട് പറഞ്ഞു ആ വിഷയം അവസാനിപ്പിക്കുക എന്നുള്ളത്. മാങ്കൂട്ടം വിഷയം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, വീണ്ടും ആവർത്തിച്ചു പറയുന്നു, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന MLA ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗമല്ല, ഇനി കോൺഗ്രസിന്റെ ഭാഗമാകാനും പോകുന്നില്ല. ആദ്യമേ തന്നെ എടുക്കാനുള്ള നിലപാട് കോൺഗ്രസ് ആ നിലപാടിൽ എടുത്തു കഴിഞ്ഞു. പിന്നെ ഈ തെരഞ്ഞെടുപ്പിലും പാലക്കാട് അദ്ദേഹം വോട്ട് പിടിക്കാൻ ഇറങ്ങി. അപ്പോ അവിടെ കോൺഗ്രസ് പാർട്ടി എടുത്ത നിലപാട് KC വേണുഗോപാൽ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ സംഘടനാ കാര്യ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി, അദ്ദേഹം പറഞ്ഞ നിലപാടാണ് പാർട്ടി നിലപാട്. അദ്ദേഹം പറഞ്ഞത് പാലക്കാട് പാർട്ടിയോട് വിശദീകരണം ചോദിക്കും എന്ന് പറഞ്ഞു. പാലക്കാട് പാർട്ടിയോട് വിശദീകരണം ചോദിക്കും. വോട്ട് പിടിക്കാൻ ഇറങ്ങിയപ്പോ മാധ്യമങ്ങളോട് പറഞ്ഞു അത് പാലക്കാട് പാർട്ടിയാണ് പറയാ. അതിനുശേഷം ഇപ്പൊ വന്ന വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ പരാതി, പിന്നെ രണ്ടാമത് ഉള്ള പരാതി AICCക്കും അതുപോലെ KPCക്കും കിട്ടി. അത് കിട്ടി മിനിറ്റുകൾക്കകം അത് DGPക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. ഒന്നും വെച്ച് പൂഴ്ത്തിയിട്ടില്ല. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു. ഞാൻ ചോദിക്കുന്നത്, പലപ്പോഴും യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് എന്ന ലേബലിലാണ് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടും രാഹുൽ മാങ്കൂട്ടം കേരളത്തിൽ ഒരിക്കലുമല്ല. നിങ്ങൾ ശരദേട്ടന് വ്യക്തമായിട്ട് അറിയാം, പാർട്ടിക്കകത്ത് തെറ്റ് കണ്ടാൽ അത് തെറ്റാണെന്ന് വിളിച്ചു പറഞ്ഞ ആളാണ് ഞാൻ എന്നുള്ളത് കൊണ്ട് തന്നെ അതിജീവിതക്കെതിരെ വിഷയമുണ്ട് എന്ന് പറഞ്ഞപ്പോ അപ്പൊ തന്നെ ഡിജിറ്റൽ മീഡിയ സെല്ല് മാറ്റിയില്ലേ? ഡിജിറ്റൽ മീഡിയ സെല്ലിനെ പൊളിച്ചെഴുതിയില്ലേ? രണ്ടാമത്തെ വിഷയം വികസനമാണ് പ്രശ്നം. പറയട്ടെ, വികസനത്തിന്റെ താരതമ്യം നമ്മൾ ചെയ്യാനുള്ളതാണ്. നിങ്ങൾ നേരത്തെ ജില്ലാ ആശുപത്രി, താലൂക്ക് ആശുപത്രി തലത്തിൽ നിന്ന് ജില്ലാ ആശുപത്രി തലത്തിലേക്ക് ഉയർത്തപ്പെട്ട ഹോസ്പിറ്റലാണ് നമുക്ക് തൊട്ട് താഴെ ഉള്ളത്. ആ ഹോസ്പിറ്റലിൽ ICU യൂണിറ്റ് ഉണ്ടോ? എനിക്കതിനകത്ത് സംശയമുണ്ട്. നിങ്ങളൊന്ന് അന്വേഷിക്കുക. അതുപോലെ ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടെന്ന് ഡയാലിസിസിന്റെ സംവിധാനം പറയട്ടെ. ഡയാലിസിസിന്റെ സംവിധാനങ്ങൾ വികസനം എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ കൈയെടുത്ത് വെച്ചാൽ കാണുന്നതല്ല വികസനം. ദേശീയപാതയായിരുന്നാൽ താലൂക്ക് ആശുപത്രി ജില്ലാ ഓഫീസാക്കി ആ ബോർഡല്ലാതെ എന്താണ് UDF ചെയ്തത്? പറയട്ടെ, ഒന്നും ചെയ്തിട്ടില്ല. ജില്ലാ ഞാൻ ചോദിക്കട്ടെ ചേട്ടാ, നമ്മളൊരു വികസനം എന്ന് പറയുമ്പോ
ഒരു തറക്കല്ലിട്ട് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ അടുത്തൊരു കല്ല് കയറ്റാൻ പറ്റൂ. അല്ല അതാണ് ഞാൻ ചോദിക്കട്ടെ, നുസൂറെ, നിങ്ങളുടെ അതിനുശേഷം ബഹുമാനായ ശ്രീ ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറയുന്നതാണ് തറക്കല്ലിട്ട് പോകുന്ന നേതാവാണ് എന്നുള്ള ഒരു പേര് കിട്ടിയ ആളുകൾ. അത് ചെറുതായിട്ട് പറയരുത്. കാര്യം ആ തറക്കല്ലിന്റെ മുകളിലാണ് നിങ്ങൾ ഇന്ന് നെഞ്ചു ഉയർത്തി നിൽക്കുന്ന വിഴിഞ്ഞം തുറമുഖം എന്നുള്ളത് നിങ്ങൾ മറക്കരുത്. കല്ലിട്ടാൽ കപ്പൽ വരില്ല എന്നാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. ആ വിഴിഞ്ഞം തുറമുഖ പദ്ധതി വിഴിഞ്ഞം തുറമുഖത്തെ കുറിച്ച് പറയണം. വിഴിഞ്ഞം തുറമുഖത്തെ കുറിച്ച് പറയണം. തറക്കല്ലിട്ട് പോയതാണ്. കപ്പൽ അടിപ്പിച്ചതാരാ? കപ്പൽ കരക്കടിപ്പിച്ചതാരാ? അത് ഇടതുപക്ഷമാണ്. ലിജു സംസാരിച്ചപ്പോ ആ പദ്ധതി നടപ്പിലാക്കിയത് ഉമ്മൻചാണ്ടി ഗവൺമെന്റാണ്. അന്ന് നിങ്ങൾ പറഞ്ഞത് എന്താണ്? 5000 കോടി രൂപയുടെ പദ്ധതിയിൽ 6000 കോടി രൂപയുടെ അഴിമതി പറഞ്ഞവരാണ് നിങ്ങൾ. രണ്ടാമത്തെ നിങ്ങൾ പറഞ്ഞു ദേശീയപാത വികസനം തുടങ്ങി വെച്ചത് UDF-ന്റെ ഗവൺമെന്റാണ്. കരമന കളിക്കവള ദേശീയപാത അതിലേക്ക് വേണ്ടിയിട്ടുള്ള കാരോട് കഴക്കൂട്ടം ബൈപ്പാസ് തുടങ്ങി വെച്ചത് ദശാബ്ദത്തോടുള്ള പരിശ്രമമുണ്ട്. ഇതെല്ലാം പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ്. ആ തുടർച്ചയാണ് ഓരോ വികസനവും. ഇവിടെ യഥാർത്ഥത്തിൽ നെടുമങ്ങാട് ജില്ലാ ആശുപത്രി ഇത്രയധികം വികസനം കൊണ്ടുവന്നത് ഈ കേരളത്തിൽ ഇടതുപക്ഷം വന്നതിന് ശേഷമാണ്. അത് നമ്മൾ കാണേണ്ടത് ഇവിടെ കാണേണ്ടത് ഏറ്റവും കൂടുതൽ നൈറ്റ് ഉൾപ്പെടെ 20ഓളം പേർക്ക് ഒരു ദിവസം ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ജില്ലാ ആശുപത്രിയിൽ ഇത്രയധികം കെട്ടിടങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നത് ഇടതുപക്ഷമാണ്. പിന്നെ ഇവിടെ വിഴിഞ്ഞം തുറമുഖത്തെ കുറിച്ച് പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്തിൽ കല്ലിട്ട് പോയി എന്നുള്ള വസ്തുതയാണ്. എന്നാൽ കപ്പലിനെ കരക്കടിപ്പിച്ചത് ഇടതുപക്ഷത്തിന്റെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷമാണ്. പിന്നെ ഇതുപോലെ കല്ലിട്ട് പോകലാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുമ്പോൾ ചിരിക്കുന്ന നന്ദുവിന്റെ മനസ്സിൽ എന്താണെന്നറിയോ? BJP-ക്കാർ എപ്പോഴും പറയുന്നല്ലേ, ഇന്ത്യ മുന്നണിയുടെ 2 നേതാക്കൾ ഒരുപോലെ എന്നൊക്കെ പറയും. ആ ജില്ലാ ഹോസ്പിറ്റലിലെ ഇത്രയും വർഷമായി ഭരിക്കുകയല്ലേ, ആംബുലൻസ് നെടുമങ്ങാട് ജില്ലാ ഹോസ്പിറ്റലിൽ ഒരു ആംബുലൻസ് ഇല്ല. അതുപോലെ തന്നെ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഏറ്റവും മികവുറ്റ ഹോസ്പിറ്റലിലാണ് നെടുമങ്ങാട് ജില്ലാ ആശുപത്രി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പിന്നെ ഒരു കാര്യം, ആംബുലൻസ് ഉൾപ്പെടെ. പിന്നെ പാലോട് രവിയെ കുറിച്ച് പറഞ്ഞു. പാലോട് രവി BJP ആണോ കോൺഗ്രസ് ആണോ എന്ന് നിങ്ങൾ ആദ്യം തീരുമാനിക്കുക. ഞങ്ങള് ഒരു കാര്യം കോളേജിൽ ഒരു ബോംബേർ കേസുമായി ബന്ധപ്പെട്ട് എന്റെ മകന്റെ സുഹൃത്തും ABVP-യുടെ പ്രവർത്തകരായ 18 പേരെയും എൻ്റെ മകൻ്റെ സുഹൃത്തുക്കളാണെന്നുള്ള നിലയിൽ അവരെ റിലീസ് ചെയ്യണമെന്ന് ഉമ്മൻചാണ്ടിക്ക് കത്തെഴുതി കൊടുത്ത ആളാണ് ഈ പാലോട് രവി. ഇവിടെ ഈ തർക്കം നടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയുന്നു? കേരളത്തിൽ ഈ വികസനം കേരളത്തിൽ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇല്ലാത്ത വിധം നടക്കുന്നത് കൊണ്ട് കൂടിയാണ്. അവിടെ എവിടെയാണ് കേരളത്തിൽ BJP-ക്ക് സ്പേസ്? നിങ്ങൾക്ക് വർഗീയതയ്ക്കപ്പുറം വികസനത്തിൻ്റെ കാര്യത്തിൽ എന്ത് മുന്നോട്ട് വെക്കാനാകും? ക്ഷേമ പെൻഷൻ രാജ്യത്ത് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം, അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനം, വളരെ ശക്തമായി മുന്നോട്ട് പോകുന്ന വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകൾ. മറ്റ് സംസ്ഥാനങ്ങളുമായി നോക്കൂ, നിങ്ങൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്താൽ നമ്മൾ എത്രയോ മേലെയാണ്. പിന്നെ നിങ്ങൾക്ക് എന്താണ് കേരളത്തിലെ ജനങ്ങളോട് വികസനവുമായി ബന്ധപ്പെട്ട് പറയാനാവുക? ഞങ്ങളുടെ നിലപാട് വികസിത കേരളം എന്ന് പറയുന്ന ഒരു പുതിയ കേരളം, അതായത് വികസിതമായിട്ടുള്ള എല്ലാ വിഭാഗം ആളുകൾക്കും ജീവിക്കാൻ സാധിക്കുന്ന എല്ലാ തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളുമുള്ള ലോകോത്തര നിലവാരത്തിലേക്ക് ഉയരാൻ സാധിക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറണം. ഇതാണ് മാറിക്കഴിഞ്ഞു എന്നാണ് അവർ പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഖാവേ, അപ്പോൾ നമ്മളിവിടെ ആരോഗ്യ മേഖലയുടെ വലിയ മാറ്റങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യപ്പെട്ടു. പക്ഷേ നമ്മുടെ മുന്നിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനകത്ത് ചികിത്സ കിട്ടാതെ ഒരു രോഗി മരണപ്പെട്ടത്. അതേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ നിങ്ങൾ പോയാലും ഒരു ബെഡിനകത്ത് 3-4 പേര് കിടക്കുന്ന ദാരുണമായ സ്ഥിതിയുണ്ട്. അതുപോലെ തന്നെ അതേ മെഡിക്കൽ കോളേജിനകത്ത് അത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ കേരളത്തിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മാത്രമാണോ ഉള്ളത് എന്ന ചോദ്യം ചോദിച്ചാൽ അതിന് പല തരത്തിലുള്ള മറുപടികളുണ്ട്. അപ്പോൾ നമ്മൾ സംബന്ധിച്ചിടത്തോളം കോട്ടയത്ത് ഇതേ മെഡിക്കൽ കോളേജിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണ് ഒരു രോഗി മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതൊക്കെ ഉള്ളപ്പോൾ തന്നെ നമ്മൾ പുതിയൊരു
പുതിയൊരു കേരളം, ഇത്തരം ന്യൂനതകൾ കൂടി പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു കേരളം എന്നുള്ള നിലയിലുള്ള ഒരു കൺസെപ്റ്റാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൺസെപ്റ്റ്. അപ്പോൾ ഇപ്പോൾ പ്രധാനമന്ത്രി ആവാസ് യോജന ഒരു സാധാരണക്കാരനും കിടപ്പാടമില്ലാതെ ആകരുത് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന. ആ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയ ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റിന്റെ പേരാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ്. അതുപോലെ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സ്വച്ഛ് ഭാരത് അതായത് നമ്മൾ ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ പ്രധാനമന്ത്രിയെ ഇവിടുത്തെ CPM-ന്റെ നേതാക്കന്മാരും കോൺഗ്രസിന്റെ നേതാക്കന്മാരും ഒക്കെ കളിയാക്കിയിരുന്നു. എന്താണ്, നിങ്ങൾ കക്കൂസ് കെട്ടിക്കൊടുക്കുന്ന പാർട്ടിയാണോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അതെ, ഈ നാട്ടിലെ സാധാരണപ്പെട്ട സ്ത്രീകൾക്ക് ഇപ്പോഴും കേരളത്തിൽ, ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ ഞാൻ പറഞ്ഞോട്ടെ തിരുവനന്തപുരം കോർപ്പറേഷൻ, ഞാൻ ജീവിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലടക്കം ഇപ്പോഴും സ്വച്ഛ് ഭാരത് പദ്ധതിയിലൂടെ ഇത്തരം ടോയ്ലറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ വരുന്നുണ്ട് എങ്കിൽ അത് പരിഹരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റായി നമ്മൾ മാറണം. ഒന്ന്, ഇനി അതുപോലെ തന്നെ കിസാൻ സമ്മാൻ നിധി, അതുപോലെ തന്നെ ഒരുപാട് പദ്ധതികൾ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ലെറ്റ് മീ കംപ്ലീറ്റ്. ഇരിക്കണം ചേട്ടാ, പറയാം. ചേട്ടൻ്റെ ചോദ്യത്തിനൊക്കെ മറുപടി പറയാം. ഇരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഗ്രാമപ്രദേശത്താണ് നിൽക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ റോഡ് കണക്ടിവിറ്റിക്ക് വേണ്ടി 100% ഫണ്ട് കൊടുത്ത് പ്രധാനമന്ത്രി സഡക് യോജന പദ്ധതികൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാധാരണപ്പെട്ട വീട്ടമ്മമാർക്ക് അവരുടെ സ്വയം സംരംഭത്വം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്വച്ഛ് ഭാരത് മിഷനും നിരവധിയായ പദ്ധതികൾ. കേരളത്തിന്റെ സാമ്പത്തിക അവകാശങ്ങളെ നിഷേധിച്ചത് നിങ്ങളാണ്. കേരളത്തിലുണ്ട്. ഞാൻ പറഞ്ഞോട്ടെ. സുപ്രീം കോടതി വരെ ഞാൻ പറഞ്ഞോട്ടെ. അപ്പോൾ നമ്മൾ കേന്ദ്ര പദ്ധതികളുടെ പേര് പറയുമ്പോൾ നന്ദു വയനാട്ടിലൊന്നും കൊടുത്തിട്ടില്ല. ക്ലിയർ കേട്ടോ. വയനാട് മുണ്ടക്കൈ ചൂരൽമല പ്രധാനമന്ത്രി വന്നതല്ലാതെ ഒന്നും തന്നിട്ടില്ല. അവസാനിപ്പിച്ചോളൂ. അതായത് വയനാട്ടിൽ ഇതുവരെ എന്തായാലും ശരത്തേട്ടൻ എതിർക്കില്ല, ഏതാണ്ട് 1000 കോടി രൂപയുടെ ഫണ്ട്. ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങൾ ചോദ്യം ചോദിച്ചിട്ട് ചിരിക്കാനാണെങ്കിലോ? ചോദ്യം ചോദിച്ചിട്ട് ചിരിക്കാനല്ലോ, ചോദ്യം ചോദിച്ചാൽ മറുപടി ഒരു മിനിറ്റ്. വയനാട്ടില് കേസും നന്ദു പറയൂ, വേഗത്തിലാക്കൂ. നിങ്ങൾ അല്ല, ഞാൻ പറഞ്ഞത് വയനാട്ടിൽ 1000 കോടി രൂപയുടെ പദ്ധതി അല്ലെങ്കിൽ 1000 കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. അവിടെ ആകെ പുനരധിവസിക്കപ്പെടേണ്ടവർ 240 വീടുകളാണ്, അല്ലെങ്കിൽ 240 കുടുംബങ്ങളാണ്. ശരി, ഇപ്പൊ തന്നെ 400-നടുത്ത് വീടുകളോടെ പണിയാണ്. ചേട്ടൻ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കില്ല, 500 കുടുംബം കൂട്ടിയിട്ടു. 500 കുടുംബത്തിന് 1000 കോടി രൂപ അവർക്കൊരു പുനരധിവാസ പ്രവർത്തനത്തിന് കേന്ദ്ര സർക്കാർ തന്നാൽ പോരെ? അതിൽ കൂടുതൽ തരേണ്ടതുണ്ടോ? പറഞ്ഞ കാര്യങ്ങൾ കൂടി പറയാനായിട്ടുണ്ട്. ഒന്ന്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എന്തുകൊണ്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇത്രയും തിരക്കുണ്ടാകുന്നത്? ജനങ്ങൾക്ക് വിശ്വാസമുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇത്രയും ആളുകൾ അവിടെ കടന്നു വരുന്നത്. നെടുമങ്ങാട് ആശുപത്രിയെ കുറിച്ച് ഇവർ പറഞ്ഞു, ജില്ലാ ആശുപത്രി ഇത്രയും തിരക്കുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഇത്രയധികം ആളുകൾ അവിടെ വരുന്നത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. മുൻപായിരുന്നെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് പോകണമായിരുന്നു. ഇപ്പൊ അതല്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോയാൽ മതിയാവും. ഒരുപാട് രോഗികൾ വരുന്നതുകൊണ്ടാണ് ഒരു രോഗി മരണപ്പെടുന്നത് എന്നുള്ള, ചികിത്സ കിട്ടാതെ മരണപ്പെടുന്നത് എന്നുള്ളത് എങ്ങനെയാണ് ന്യായമാകുന്നത്? ഇഷ്ടപ്പെട്ട സംഭവങ്ങളെ പെരുക്കി കാണിച്ചുകൊണ്ട് എടുക്കുന്ന സമീപനം ശരിയല്ല. ഈ കേരളത്തിലെ 14 ജില്ലകളിലും മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. അത് ഈ കേരളത്തിലെ ഇടതുപക്ഷം നിൽക്കുന്നതുകൊണ്ടാണ്. പിന്നെ ഇവിടുത്തെ ദേശീയപാത വികസനത്തെ കുറിച്ച് പറഞ്ഞു. ഈ ദേശീയപാത വികസനത്തെ തടഞ്ഞിട്ടുന്നത് ആരാ? അത് ചെയ്യില്ല എന്ന് ചുരുട്ടിയെടുത്ത് കളഞ്ഞതാരാ? കോൺഗ്രസ് ഭരിച്ചിരുത്തപ്പോഴല്ലേ? എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഇവിടെ സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടി 5430 കോടി രൂപ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുവച്ചുകൊണ്ടാണ്. ആ ഇടതുപക്ഷ ഗവൺമെന്റ് സ്ഥലം ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ ദേശീയപാതയുടെ വികസനം നടക്കുന്നത്. കേരളത്തിൽ 5300 കോടി രൂപയുടെ കണക്ക് പറഞ്ഞല്ലോ. മൊത്തം കേരളത്തിൽ എത്ര 1000 കോടി രൂപയുടെ പദ്ധതിയാണ് നടക്കുന്നത്? ഇതെല്ലാം ദേശീയപാത തകർന്നപ്പോ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആരെങ്കിലും ഒരാൾ തയ്യാറായോ? ദേശീയപാത തകർന്നു. ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് ദേശീയപാത വികസനത്തിന്റെ ഇപ്പോൾ കാണുന്ന രൂപത്തിലേക്ക് കാര്യങ്ങളൊക്കെ പോയതാണ് കോൺഗ്രസ്. ഇവിടെ യഥാർത്ഥത്തിൽ വികസനത്തെ കുറിച്ച് പറഞ്ഞാൽ വികസനത്തെ കുറിച്ച് പറഞ്ഞാൽ
കോൺഗ്രസിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ അലമ്പുണ്ടാക്കാൻ കുറച്ച് ആളുകൾ കൂടി വരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ലൈഫ് ഭവന പദ്ധതിയിലൂടെ 4,71,000 വീടുകൾ വെച്ചു കൊടുത്തത് ഈ കേരളത്തിലെ ഇടതുപക്ഷമാണ്. കോൺഗ്രസ് 5,000-ൽ താഴെ വീടുകളാണ് വെച്ചു കൊടുത്തത്. 20 ലക്ഷത്തോളം അവരെ സ്വപ്നം സാക്ഷാത്കരിച്ചത് ഇടതുപക്ഷമല്ലേ? എന്റെ പറയാൻ പഠിക്കുന്നത് ഇവിടുത്തെ സ്കൂളുകൾ, ഉമ്മൻചാണ്ടി പഠിച്ചിരുന്ന സ്കൂൾ പോലും പൂട്ടിക്ക് പോകേണ്ടി വന്നില്ലേ? ആ സമയത്താണ് കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്നപ്പോൾ ഈ 9 വർഷത്തിനിടയ്ക്ക് 10 ലക്ഷം കുട്ടികളാണ് അതായത് നുസൂർ, ഇതിൽ വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം കൂടിയുണ്ട്. കാരണം വളരെ ഗൗരവമായ നിലയിൽ മതനിരപേക്ഷ രാജ്യമായി രാജ്യം നിൽക്കണമെന്ന് പറയുന്ന കാലത്ത് നിങ്ങൾ കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയുമായി ചേർന്ന് മുന്നോട്ട് പോകുന്നത്, നിങ്ങൾ കോൺഗ്രസിനാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ അപകടത്തിലേക്കും കുഴപ്പത്തിലേക്കും പോകാൻ പോകുന്നത്. ലീഗിന് സെറ്റിൽ ചെയ്യാൻ ഗുണമുണ്ടാകും മലപ്പുറത്ത്, പക്ഷേ കോൺഗ്രസ് ഈ കാര്യത്തിൽ ഏറ്റെടുക്കുന്ന ഈ നിലപാട് നിങ്ങൾക്ക് വലിയ അപകടമല്ലേ വരുത്തുന്നത്? ഈ തെരഞ്ഞെടുപ്പിലെ മറ്റൊരു വിഷയം അത് നിങ്ങൾക്കേ അറിയാവൂ. കാര്യം നിങ്ങളായിരുന്നു ആദ്യം ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് വെൽഫെയർ പാർട്ടിയൊന്നുമില്ല, നമ്മളല്ല. ജമാഅത്ത് ഇസ്ലാമിയെ ഇടത്തും PDP-യെ വലത്തും നിർത്തിക്കൊണ്ട് മതനിരപേക്ഷത പറഞ്ഞ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. ഈ തെരഞ്ഞെടുപ്പിലെ നിങ്ങളുടെ മുന്നണി സഹകരണത്തെ കുറിച്ചാണ് എന്റെ ചോദ്യം. രണ്ടാമത്തെ ഈ തെരഞ്ഞെടുപ്പിൽ ഈ നെടുമങ്ങാടിന്റെ മണ്ണിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം. തൊട്ടപ്പുറത്ത് സിദ്ധാർത്ഥന്റെ അമ്മ അവിടെ ഉണ്ട്. SFI-ക്കാർ ക്രൂരമായി കൊല ചെയ്ത സിദ്ധാർത്ഥിന്റെ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് പറയാൻ ഈ ചർച്ചയിൽ നുസൂർ തയ്യാറാണോ? ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമല്ല, വ്യക്തികൾ ആര് വോട്ട് ചെയ്താലും ആ തെരഞ്ഞെടുപ്പിൽ വോട്ട് വാങ്ങും. അതിന് യാതൊരുവിധ സംശയമല്ല. കഴിഞ്ഞ 5 വർഷക്കാലം ഈ വെമ്പായം പഞ്ചായത്തിൽ SDPI-യുടെ വർഗീയ പാർട്ടിയായ SDPI-യുടെ പിന്തുണയോട് കൂടിയാണ് 5 വർഷം ഭരിച്ചത് UDF. SDPI-യോട് പിന്തുണ 5 വർഷത്തിന് മുന്നേ പരസ്യമായി SDPI-യുടെ പിന്തുണ വേണ്ട എന്ന് പറഞ്ഞ ആർജവമുള്ള പ്രസ്ഥാനമാണ്. പരസ്യമായി SDPI-യുടെ പിന്തുണ ഞങ്ങൾ തോൽക്കേണ്ടി വന്നാലും, ഈ പാർട്ടി ഞങ്ങൾ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു പോകേണ്ടി വന്നാലും മതവാദികളായ ജമാഅത്ത് ഇസ്ലാമിയുടെ തൊട്ടടുത്തുള്ള പഞ്ചായത്താണ് വെമ്പായം പഞ്ചായത്ത്. ആ വെമ്പായം പഞ്ചായത്തില് SDPI-യുമായി ചേർന്നുകൊണ്ടാണ് UDF 5 വർഷക്കാലം ഭരിച്ചത്. നിങ്ങൾ അതിനെ തെറ്റിദ്ധരിപ്പിക്കണം നോക്കണ്ട. 5 വർഷക്കാലം. പിന്നെ ശശി തരൂർ ഇപ്പൊ പറഞ്ഞൊരു വാക്കുണ്ട്, BJP-യെ എല്ലാവരും വർഗീയവാദികളെന്നല്ലാന്ന് പുതിയ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ശശി തരൂർ കോൺഗ്രസിന്റെ നേതാവാണ്. PMC പദ്ധതി ഒപ്പിട്ടത് എന്ത് ന്യായീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയണം. RSS-ഉമായി നിങ്ങൾക്ക് ഒരു വിരോധമുണ്ടോ? തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡി ഒപ്പിട്ടത്, എന്ത് മാനദണ്ഡത്തിൽ? ഹിമാചൽ പ്രദേശ് ഒപ്പിട്ടത് എന്ത് മാനദണ്ഡത്തിൽ? കർണാടകയിൽ സിദ്ധാരാമയ്യ ഒപ്പിട്ടത് എന്ത് മാനദണ്ഡത്തിൽ? കോൺഗ്രസിന് അതിനെ എതിർക്കാൻ യോഗ്യതയുണ്ടോ? AISF ആണ് പറഞ്ഞത്. ശിവൻകുട്ടി സംഘിക്കുട്ടി എന്ന് പറഞ്ഞത് AISF നമ്മളല്ല. ശിവൻകുട്ടിക്കെതിരായിട്ടൊന്നും പറയാൻ വേണ്ടിയുണ്ട്. ശിവൻകുട്ടി കൃത്യമായ സ്റ്റാൻഡോട് കൂടി പോകുന്ന ആളാണ്. മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ് നമ്മുടെ ഇപ്പൊ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോ ഈ കേരളത്തിലുണ്ടായ മാറ്റങ്ങളെ കുറിച്ച്, വികസനങ്ങളെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യും. അത് ചർച്ച ചെയ്തിട്ട് വാ. ഇവിടെ ഉണ്ടാക്കിയ മാറ്റത്തെ സംബന്ധിച്ച് അത് ചർച്ച ചെയ്യാം. ആദ്യം ഞാനൊരു അധ്യാപകനാണ്. SSK ഫണ്ട് 1500 കോടി രൂപ കേന്ദ്രത്തിന് തരാനുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവിടെ പാവപ്പെട്ട പിള്ളേർക്ക് ഉച്ചഭക്ഷണം കൊടുക്കുന്നതിന്, IED കുട്ടികൾക്ക് കണ്ണട വാങ്ങുന്നതിനടക്കമുള്ള കാര്യങ്ങൾ, അവരെ ചികിത്സിക്കുന്ന 6000-ഓളം ജീവനക്കാർക്ക് കഴിഞ്ഞ 6-7 മാസം കൊണ്ട് ശമ്പളമില്ല.
സ്വാഭാവികമായിട്ടും ഈ SSK ഫണ്ട് തടഞ്ഞു വെച്ചുകൊണ്ട് ഈ പാവപ്പെട്ടവരുടെ ഉച്ചഭക്ഷണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് തടസ്സപ്പെടുത്തി നിൽക്കുന്നത് എന്ത് ന്യായം പറഞ്ഞുകൊണ്ടാണ് എന്നാണ് എനിക്ക് ചോദിക്കുന്നത്. നന്ദുവിനോടാണ്. സാറ് പറഞ്ഞതിൽ ഒരു കാര്യത്തിൽ ഒരു അപാകതയുണ്ട്. അതായത് ഈ ഉച്ചഭക്ഷണ ഫണ്ട് അത് SSK ഫണ്ടിലൂടെയല്ല വരുന്നത്, അല്ല പ്രത്യേക ഒരു പോഷൻ അഭയാൻ എന്ന് പറഞ്ഞിട്ട് പ്രത്യേക ഫണ്ടുണ്ട്. ആ ഫണ്ട് കേരളത്തിന് കിട്ടുന്നുണ്ട്. അപ്പം കുട്ടികളുടെ അല്ലല്ല ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ മാറ്റിയിട്ടുണ്ട്. അല്ലല്ല ഞാൻ പറഞ്ഞുതരാം. PM പോഷൻ അഭയാൻ മിഡ് ഡേ മീൽ ആ പദ്ധതി പ്രത്യേക പദ്ധതിയാണ്. അത് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയും അല്ലാതെയും അത് ചെയ്യുന്നുണ്ട്. സർക്കാരിന് ഡയറക്റ്റാണ് ഫണ്ട് വരുന്നത്. ഇനി SSK ഫണ്ട് എന്ന് പറയുന്ന സാധനവുമായി ബന്ധപ്പെട്ട് PM ശ്രീയിൽ ഉൾപ്പെട്ടാലേ അത് കിട്ടുള്ളൂ എന്നുള്ളത് നേരത്തെ തന്നെ ജിയോ ആയിട്ട് ഈ പറയുന്ന സർക്കാരുകൾക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിൽ മാത്രമായിട്ടൊരു പ്രത്യേക നിയമം കൊണ്ടുവരാൻ വേണ്ടി സാധിക്കില്ല. മൊത്തം രാജ്യം എന്നുള്ള നിലയിലാണ്, മൊത്തം രാജ്യം എന്നുള്ള കൺസെപ്റ്റിലാണ് ഒരു സാധനം ചെയ്യുന്നത്. കേന്ദ്ര സർക്കാർ ചെയ്യുമ്പോൾ, സ്റ്റേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കേന്ദ്ര സർക്കാർ ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. PM ശ്രീയുമായി ഇതിനെ അറ്റാച്ച് ചെയ്യുന്നത് PM ശ്രീയിൽ ഒപ്പിട്ടാൽ മാത്രമേ ഇത്തരം സംസ്ഥാനങ്ങൾക്കുള്ള SSK അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്തിനുള്ള ഫണ്ട് നൽകൂ എന്ന നിലയിലേക്കൊരു വ്യവസ്ഥ സമീപകാലത്താണ് വന്നത്. 2020 ഈ പദ്ധതി വരുമ്പോൾ അതുണ്ടായിരുന്നില്ല. സ്വതന്ത്രമായി തീരുമാനിക്കാമായിരുന്നു എന്ന അവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങൾ സംസ്ഥാനങ്ങളെ വരുതിയിലാക്കാൻ ശ്രമിച്ചപ്പോൾ സംസ്ഥാനത്തിൻ്റെ ആയിരക്കണക്കിന് കോടി രൂപയുടെ SSK ഫണ്ട് തടഞ്ഞു വെച്ചു. അങ്ങനെ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു. കോടിയൊന്നുമില്ല ഏട്ടാ, അതിൽ കുറച്ച് ഫണ്ടേ ഉള്ളൂ. അതിൽ മറ്റൊരു സംസ്ഥാനത്തിനും ഇല്ലാത്ത ബുദ്ധിമുട്ട് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞോട്ടെ ഏട്ടാ. ഇത് ആദ്യം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ പറഞ്ഞത് NEP എന്താ നമ്മുടെ പേരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ, ഞാൻ പറഞ്ഞോട്ടെ, അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിരുന്നത് ശിവൻകുട്ടി തന്നെ പിന്നെ വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞു അങ്ങനെ ഒരു നിയമം ഇതിനകത്തില്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. അപ്പം നമ്മൾ ഒരു സ്റ്റേറ്റ് എനിക്ക് തോന്നുന്നു നന്ദുവാണ്. കാരണം അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ചിത്രം വെക്കണം, അത് സംസ്ഥാനം അതിന് തയ്യാറല്ല എന്ന വ്യവസ്ഥ എടുത്തുകൊണ്ട് തന്നെ PM ശ്രീയുമായി മുന്നോട്ട് പോയി. അതുപോലെ തന്നെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ടുള്ള കരിക്കുലം അത് സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാം. ഗാന്ധിവധ അടക്കം പഠിപ്പിക്കേണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു, കേരളം അത് പഠിപ്പിക്കുന്നു. അങ്ങനെ പൊസിഷൻ ചെയ്താണ് സാർ കേരളം നിന്നത്. എന്നിട്ടും കേരളത്തെ പിടിക്കാൻ കഴിയാതെ വന്നപ്പോൾ PM ശ്രീയുമായി അറ്റാച്ച് ചെയ്ത് SSK പിടിച്ചു വെച്ചു. ഇതിനകത്ത് ഇപ്പോൾ ആദ്യം പറഞ്ഞു ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് പറഞ്ഞ ബോർഡ് വയ്ക്കേണ്ടി വന്നാൽ അവിടെയെല്ലാം പ്രധാനമന്ത്രിയുടെ പടം വെക്കേണ്ടി വരും. ഒരു സ്ഥലത്തും പ്രധാനമന്ത്രിയുടെ പടമില്ല. അത് ഇന്ത്യയിൽ ഒരിടത്തുമില്ല. ഇന്ത്യയിൽ ഒരിടത്തുമില്ല. ചേട്ടാ ഒരു ഗൈഡ് ലൈനിൽ ഞാൻ അത് മൊത്തം പഠിച്ച് ഞാൻ പറഞ്ഞോട്ടെ, താങ്കൾ പഠിച്ചാൽ താങ്കൾക്കാണ് സംശയം. പെട്രോൾ പമ്പിൽ നരേന്ദ്രമോദിയുടെ ഫോട്ടോ വെച്ചേ പറ്റുമെന്ന് പറഞ്ഞ ഒരു ഇതുണ്ടല്ലോ, പെട്രോൾ പമ്പിൽ വെക്കണമെന്ന് പറഞ്ഞ. ഞാനൊരു കാര്യം ആൺകുട്ടികളെ ഇറങ്ങി ഞാനൊരു കാര്യം പറയാം. ഇതിനകത്ത് രാജീവ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും ഒക്കെ പേരിൽ ഈ പറയുന്ന സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടവരും പദ്ധതി ഉണ്ടാക്കിയിട്ടവരും പേരിൽ നരേന്ദ്രമോദിയുടെ പേരിൽ ഒരു പദ്ധതി, നരേന്ദ്രമോദിയുടെ പേരിൽ ഒരു പദ്ധതി, ഈ പദ്ധതികളെല്ലാം ഉള്ളത് പ്രധാനമന്ത്രി, അത് നാളെ CPM കാരനായ പ്രധാനമന്ത്രി വന്നാലും അത് പ്രധാനമന്ത്രിയാണ്, കോൺഗ്രസ്സുകാരനായ പ്രധാനമന്ത്രി വന്നാലും പ്രധാനമന്ത്രി. അസഹിഷ്ണുത മാറ്റി വെച്ചിട്ട് നമ്മൾ വികസനത്തിന്റെ കാര്യത്തിൽ അത് ആര് നടപ്പിലാക്കാൻ ഇപ്പൊ കേരളത്തിന്റെ ഭാഗത്ത് കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് വയബിലിറ്റി ഗ്യാപ് ഫണ്ടിന് വേണ്ടി കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു അപ്പീൽ വന്നു ഈ പറയുന്ന വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട്. അന്ന് കേന്ദ്ര സർക്കാർ ഇത് ഞങ്ങളുടെ രാജ്യ സർക്കാരല്ല, അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ എതിർത്ത് നിലപാടെടുക്കാം എന്ന് തീരുമാനിച്ചില്ലല്ലോ, കൊടുക്കുകയാണ്. അതുപോലെ പല കാര്യങ്ങളും അതുപോലെ ചേട്ടാ ഞാൻ പറഞ്ഞോട്ടെ, തന്നില്ലായിരുന്നെങ്കിൽ ഒരു ഘട്ടത്തിൽ ആ പണി മുടങ്ങും. നിക്ഷേപമില്ല നന്ദു, കേന്ദ്ര നിക്ഷേപമില്ല. ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ? ഉണ്ട്. വയബിലിറ്റി ഗ്യാപ് ഫണ്ട് എന്ന് പറയുന്ന കേന്ദ്ര നിക്ഷേപമല്ല. ഞാൻ നിക്ഷേപമാണെന്ന് പറഞ്ഞില്ലല്ലോ. വയബിലിറ്റി ഗ്യാപ് ഫണ്ടിന് വേണ്ടി റിക്വസ്റ്റ് കൊടുത്തത് കേരള സർക്കാരാണോ? കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ തന്നോ? ഞാൻ ചോദിച്ചത് വായ്പയാക്കിയോ? അത് തന്നോ? തൂത്തുക്കുടിക്ക് വായ്പയാണോ? അല്ല, വൺ ടൈം ഗ്രാന്റ് ആണ്. കേരളത്തോട് അതിലും വിവേചനമുണ്ട്. കേന്ദ്രത്തിന്റെ ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നമുണ്ട്. ഒരു നിമിഷം കേൾക്കൂ. അതായത് വയബിലിറ്റി ഗ്യാപ് ഫണ്ട് മറ്റൊരു പോർട്ടിനും വായ്പയല്ല.
വൺ ടൈം ഗ്രാൻഡാണ്, കൊടുക്കുന്നു, ഉപയോഗിക്കുന്നു, റൈറ്റ്? വിഴിഞ്ഞത്ത് വന്നപ്പോൾ എന്താണ് നിങ്ങൾ തന്നിട്ട് പറഞ്ഞു ഇത്ര കാലം കൊണ്ട് അതിന്റെ ഇരട്ടി തിരിച്ചടയ്ക്കണം. അതെന്താണ്? കേന്ദ്ര നിക്ഷേപവുമില്ല വിഴിഞ്ഞത്ത്. നിങ്ങൾ ഞങ്ങൾക്ക് അനുവദിച്ച് തരേണ്ട ഫണ്ടുകൾ മാത്രം തന്നാൽ മതി. കേരളത്തെ ഞങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോയി. നമ്മളിത് സംസാരിക്കുമ്പോൾ ബ്രഹ്മോസിന്റെ ഒരു എയറോസ്പേസിന്റെ ഒരു റിസർച്ച് സെന്റർ തിരുവനന്തപുരത്ത് വരിക. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ കാര്യത്തിലും കേരളത്തിനോട് അനുകൂലപരമായിട്ടുള്ള അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് BJP സർക്കാരിനുള്ളത്. BJPക്ക് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വലതുകാലിലെ മന്ത് ഇടതുകാലിലാക്കി ആക്കുക എന്നുള്ളതായിരിക്കും കേരളത്തിലെ ജനങ്ങളുടെ നയം. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന നെടുമങ്ങാട് 30 വർഷമായി ഇടതുമുന്നണി ഈ നഗരസഭ ഭരിക്കുന്നു. 35 വർഷത്തിലേക്ക് പോകാൻ പോകുന്നു എന്ന് LDF വിശ്വസിക്കുന്നു, ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. പ്രവർത്തകരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. തിരുവനന്തപുരം ജില്ലയിൽ നിങ്ങൾക്ക് തദ്ദേശ ഭരണ രംഗത്ത് ഉണ്ടായിട്ടുള്ള വലിയ തിരിച്ചടിയിൽ നിന്ന് കരകയറാൻ ഈ തെരഞ്ഞെടുപ്പിൽ കഴിയുമോ? ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ അഭൂതപൂർവമായ മാറ്റമുണ്ടാക്കും. കാര്യം വേറൊന്നും കൊണ്ടല്ല, ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം കട്ടെടുത്തുകൊണ്ട് പോയ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആ നയത്തിനെതിരെയുള്ള വിധിയെഴുത്തായി ഈ തെരഞ്ഞെടുപ്പ് ഉറപ്പായിട്ട് മാറും. മസാല ബോണ്ട് ഇടപാടിൽ EDയുടെ നോട്ടീസ് കൈപ്പറ്റി 3 വർഷമാണ് അന്വേഷണം. 3 വർഷം അന്വേഷണം നടത്തി കോടികളുടെ അഴിമതി നടത്താൻ വേണ്ടി കേരളത്തിലേക്ക് നോട്ടീസ് അയക്കുമ്പോൾ നിങ്ങളുടെ 2 നേതാക്കൾ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും പുതിയ കേസെടുത്തിരിക്കുകയാണ്. ഇതേ ഇതിലെ ഇരട്ടത്താപ്പ് കേരളത്തിലെ കോൺഗ്രസ് തരത്തിലുള്ളതും ഇതാണ് കേരളം ചോദിക്കുന്ന നിങ്ങളുടെ ഇരട്ടത്താപ്പ്. ആ അഴിമതി കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണ തണൽ നിൽക്കുമ്പോൾ കേരളത്തിൽ EDയെ കണ്ടാൽ കോൺഗ്രസിന് ഉള്ളിടത്തോളം കാലം ഇവിടെ സോണിയാഗാന്ധിയുടെ രാഹുലിന്റെ അടുത്ത് വന്നാൽ മസാല ബോണ്ട് ഇടപാടിൽ EDയുടെ നോട്ടീസ് ഇപ്പൊ 3 വർഷം കൊണ്ട് നടന്ന അന്വേഷണം ഈ സുപ്രഭാതത്തിൽ ED നോട്ടീസ് കൊടുത്തെന്തിനാ? ഞാൻ ഇതിലെ ഫാക്ട് മാത്രമാണ് പറഞ്ഞത്. ഇതേ വിഷയം ഹൈക്കോടതിയിൽ അടക്കം പോയി സമൻസുകൾ റദ്ദു ചെയ്ത ഒരു അനുഭവം കേരളത്തിലുണ്ട്. ഇതേ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ ഇവിടേക്ക് ഈ ED സമൻസ് വരുമ്പോൾ രാഷ്ട്രീയമായി നിങ്ങൾക്ക് സന്തോഷം. അതേസമയം നിങ്ങളുടെ 2 നേതാക്കൾക്കെതിരെ സോണിയയ്ക്കും രാഹുലിനുമെതിരെ ഇതേ സമയത്ത് ED പുതിയ കേസെടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് പ്രശ്നം. ഈ രാഷ്ട്രീയ ഇരട്ടത്താപ്പ് കോൺഗ്രസ് കേരളത്തിൽ മാറ്റണ്ടേ? ചോദ്യം ഞാൻ ചോദിക്കട്ടെ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വ്യക്തമായി കണക്ക് നിരത്തി പറഞ്ഞ അഴിമതിയല്ലേ അത്? കഴിഞ്ഞ 2021 മുമ്പും അതുപോലെ 2020 മുമ്പും ഇതേ നിലയിൽ ED വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ED ഒരു പുതിയ സംഭവം അല്ല എന്നുള്ളത് കാണണം. ഈ കേരളത്തിനകത്തുണ്ടായ വികസനങ്ങൾ ശബരിമല നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്നാണ് പറഞ്ഞത്. ഒരു ബുദ്ധിമുട്ടുമില്ല. വിശ്വാസികൾ ഇവിടെ ഇടതുപക്ഷത്തോടൊപ്പമാണെന്നേ. വിശ്വാസികൾ ഇടതുപക്ഷത്തോടൊപ്പമാണ്. ഈ ശബരിമലയിൽ ഏറ്റവും അധികം വികസനം നടത്തിയതാരാ? 1000 കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനം നടത്തിയത് കേരളത്തിൽ ഇടതുപക്ഷം വന്നിട്ടാണ്. 64,006 കുടുംബങ്ങളെയാണ് ഇവിടെ അതിദാരിദ്ര്യം മുക്തമാക്കിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ കാണേണ്ടത് കേരളത്തിനകത്ത് യുവജനങ്ങൾക്ക് അവരുടെ തൊഴിലെന്ന സ്വപ്നം 2,43,000 പേർക്കാണ് PSC മുഖേന തൊഴിൽ കൊടുത്തത്. ഈ രാജ്യത്തിനകത്ത് എവിടെയെങ്കിലും അങ്ങനെ ഉണ്ടോ? അത് കാണണ്ടേ. അത് മാത്രമല്ല, പട്ടയങ്ങൾ നമുക്കറിയാം. ഭൂമിയില്ലാത്ത 4,956 കുടുംബങ്ങൾക്കാണ് പട്ടയം നൽകിയത്. സുസ്ഥിര വികസന സൂചികയിൽ കേരളം 1ാമതാണ്. അതുപോലെ ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ്. മാതൃമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കുള്ളത് ഈ കേരളത്തിലാണ്. ആയുർദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള നാട് ഈ കേരളമാണ്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തിയിട്ടുള്ള ഒരേ ഒരു നാട് അത് കേരളമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സമ്പൂർണ്ണ വൈദ്യുതിവൽക്കരിച്ച ഏക സംസ്ഥാനം ഈ രാജ്യത്തിനകത്ത് കേരളമാണ്. കേരളം മുന്നിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ ഇടതുപക്ഷം നിങ്ങൾക്കിപ്പോഴുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്വാധീനത്തെ നിലനിർത്തി മുന്നോട്ടോ എങ്ങനെയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ തന്നെ 15 ഇടങ്ങളിൽ ഇടതുപക്ഷത്തിന് പകരമായി നിൽക്കാൻ ആരുമില്ല. ഇടതുപക്ഷം വിജയിച്ചു കഴിഞ്ഞു ഇപ്പോൾ തന്നെ. പിന്നെ തിരുവനന്തപുരം ജില്ലയിൽ കേരളത്തിൽ തന്നെ ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമാണ്. ഈ കേരളത്തിനകത്ത് ഇപ്പോൾ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനകത്ത് ഇടതുപക്ഷത്തിന്റെ വലിയ തേരോട്ടം ഉണ്ടാകും. ഇനി എത്രയൊക്കെ നിങ്ങൾ ബഹളം വെച്ചാലും ആ തേരോട്ടം ഉണ്ടാകും. തെരഞ്ഞെടുപ്പിനെ കുറിച്ചാകുമ്പോൾ ആവേശവും കയറിപ്പറയലും ഒക്കെ വളരെ സ്വാഭാവികമാണ്. അതിനിടയിലൂടെ നിരവധി വിഷയങ്ങൾ, രാഷ്ട്രീയ പ്രശ്നങ്ങൾ, വികസന പ്രശ്നങ്ങൾ ഒക്കെ മാറ്റുരച്ച നെടുമങ്ങാടിന്റെ പടക്കളം അവസാനിക്കുന്നു. ഇപ്പോഴും ഈ പരസ്പരം പോരവസാനിക്കുന്നില്ല. വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയവർ പരസ്പരം സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതവിടെ നടക്കട്ടെ. ഏതായാലും പടക്കളം അവസാനിക്കുന്നു. നമസ്കാരം.